Hello dear students. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൈക്രോസ്പോറാഞ്ചിയത്തിൻ്റെ 4 wall layers ആണ് അല്ലേ. So which were the 4 wall layers? Yes, epidermis, endothelium, middle layers and tapetum. So ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോസ്പോറോജൻസിസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മൈക്രോസ്പോറോജൻസിസ്. സോ എന്താണ് മൈക്രോസ്പോറോജൻസിസ്? സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെയിൽ ഗാമേറ്റ്. ഓക്കെ, സോ മെയിൽ ഗാമേറ്റ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ്, പക്ഷേ ഡയറക്റ്റ്ലി അങ്ങനെയല്ല. സോ ഇത് മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ മൈക്രോസ്പോറോജൻസിസ് എന്ന് പറയാം. ഓക്കെ, മൈക്രോസ്പോർസ്, ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ്. ഈ മൈക്രോസ്പോർസിൽ നിന്ന് ആദ്യം ഉണ്ടാവും പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യും. ഈ പോളൻ ഗ്രെയിനെ നമ്മൾ വിളിക്കുന്നത് മെയിൽ ഗാമറ്റോഫൈറ്റ് എന്നാണ് അല്ലേ. സോ പോളൻ ഗ്രെയിൻസിൽ നിന്നാണ് ആദ്യം ഉണ്ടാവുന്നത് മെയിൽ ഗാമേറ്റ്. ഡിവിഷൻ വഴി മെയിൽ ഗാമേറ്റ് ഫോം ചെയ്യുന്നു. സോ ഇൻഡയറക്ട്ലി മെയിൽ ഗാമേറ്റ് ഫോർമേഷൻ തന്നെയാണ് എന്ത് മൈക്രോസ്പോറോജൻസിസ്. ഓക്കെ, സോ കമ്മിങ് ടു മൈക്രോസ്പോറോജൻസിസ്, ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ്. എവിടുന്ന മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്നത്? ഫ്രം മൈക്രോസ്പോർ മദർ സെൽ. മൈക്രോസ്പോർ മദർ സെൽ which is also called a pollen mother cell. അവിടെ നടക്കുന്ന ഡിവിഷൻ മിയോസിസ് ആണ്. നമുക്കറിയാലോ, ഒരു ഗ്യാമേറ്റ് ഫോം ചെയ്യുമ്പോൾ എപ്പോഴും ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെല്ലിൽ നിന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമേറ്റ് ഫോം ചെയ്യണം അല്ലേ. 2n n ഫോം ചെയ്യണം. അവിടെ അപ്പോൾ ഏത് ഡിവിഷനേ പറ്റുള്ളൂ? മിയോസിസ് ഡിവിഷൻ മാത്രമേ ഇവിടെ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രം മൈക്രോസ്പോർ മദർ സെൽ ത്രൂ വിച്ച് ഡിവിഷൻ? ത്രൂ മിയോസിസ്. ഓക്കെ, ഇതാണ് മൈക്രോസ്പോറോജൻസിസിന്റെ ഡെഫിനിഷൻ കേട്ടോ. ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രം മൈക്രോസ്പോർ മദർ സെൽ ഓർ പോളൻ മദർ സെൽ ബൈ ദ പ്രോസസ് ഓഫ് മിയോസിസ്. ഇനി നമ്മൾ കുറേ നേരമായിട്ട് മൈക്രോസ്പോർ മദർ സെൽ എന്ന് പറയുന്നത് ആരാണ് മൈക്രോസ്പോർ മദർ സെൽ? അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ 4 ലെയേഴ്സ് പഠിച്ചായിരുന്നല്ലോ. എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയേഴ്സ് ആൻഡ് ടപ്പീറ്റം അല്ലേ. അപ്പോൾ ഇതായിരുന്നു ഇന്നർമോസ്റ്റ് ലെയർ ടപ്പീറ്റം. ഓക്കെ, ടപ്പീറ്റത്തിൻ്റെ ഉള്ളിലായിട്ട് ദാ ഇവിടെ കുറച്ച് സെൽസ് നിങ്ങൾക്ക് കാണാമല്ലോ. എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആർ പ്രസൻറ്റ്. സോ ദിസ് ഇസ് കോൾഡ് സ്പോറോജീനസ് ടിഷ്യൂ. സോ ദ സെൽസ് ഇന്നർ ടു ടപ്പീറ്റം ദാറ്റ് ഫോംസ് സ്പോറോജീനസ് ടിഷ്യൂ. അപ്പോൾ ഇവരെല്ലാവരും എങ്ങനെയാണ്? 2n ആണ്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ആണ്. സോ സെൽസ് ഇന്നർ ടു ടപ്പീറ്റം ഫോംസ് സ്പോറോജീനസ് ടിഷ്യൂ. ഈ സ്പോറോജീനസ് ടിഷ്യൂവിലെ സെൽസ് ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? മൈക്രോസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടപ്പീറ്റത്തിൻ്റെ ഉള്ളിലായിട്ടുള്ള സ്പോറോജീനസ് ടിഷ്യൂവിലെ സെൽസ് ആണ് മൈക്രോസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ സെൽസ് ഓഫ് സ്പോറോജീനസ് ടിഷ്യൂ, they act as microspore mother cell. Okay, microspore mother cell. അപ്പോൾ മൈക്രോസ്പോർ മദർ സെല്ലിൻ്റെ പ്ലോയിഡ് എന്തായിരുന്നു? 2n. ഓർത്തിരിക്കണം കേട്ടോ, നമ്മുടെ നീറ്റ് എക്സാമിനൊക്കെ പ്ലോയിഡ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ മൈക്രോസ്പോർ മദർ സെല്ല് 2n ആണ്, സ്പോറോജീനസ് ടിഷ്യൂ 2n ആണ്. ഓക്കെ, അതൊക്കെ 2n ആണ്. ആരൊക്കെയാണ് 2n, ആരൊക്കെയാണ് എന്ന് ഓർത്തിരുന്നോളണം. അപ്പോൾ നമ്മൾ മൈക്രോസ്പോർ മദർ സെല്ല് പറഞ്ഞു. ഇനി അവിടെ ഏത് ഡിവിഷൻ നടക്കുന്ന പറഞ്ഞേ? മിയോസിസ് ആണ് നടക്കുക അല്ലേ. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ മിയോസിസ് ഒക്കേഴ്സ് ബൈ 2 ഡിവിഷൻസ്, മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. അപ്പോൾ സപ്പോസ് ഇതാണ് നമ്മുടെ മൈക്രോസ്പോർ മദർ സെൽ. ഈ മൈക്രോസ്പോർ മദർ സെല്ലിൽ ആദ്യം എന്ത് നടക്കും? മിയോസിസ് 1 നടക്കും. ഓക്കെ, സോ ആഫ്റ്റർ മിയോസിസ് 1 ഹൗ മെനി ഡോട്ടർ സെൽസ് വിൽ ബി ഫോംഡ്? 2 daughter cells will be formed. മിയോസിസ് 1 കഴിഞ്ഞ് ഈ പേരൻറ് സെല്ലിൽ നിന്ന് 2n ആയിട്ടുള്ള ഈ പേരൻറ് സെല്ലിൽ നിന്ന് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കുക, ഈ മൈക്രോസ്പോർ മദർ സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്നു. അവർ രണ്ടുപേരും എന്തേ നമ്മൾ അകത്തി എവിടെ വച്ചേക്കുന്നത്? അകന്നല്ല, അടുത്തടുത്ത് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒന്ന് വരയ്ക്കുക കേട്ടോ. മിയോസിസ് 1 കഴിഞ്ഞ് 2 ഡോട്ടർ സെൽസ്. ഓക്കെ, ഇതിനെ നമുക്ക് മൈക്രോസ്പോർ ഡയാഡ് എന്ന് പറയാം. ഡയാഡ് 2 സെൽസ്. ഇനി ഒന്ന് പറഞ്ഞേ, ഈ 2 സെൽസിൻ്റെ പ്ലോയിഡ് എന്തായിരിക്കും? അതായത് ഓരോ സെല്ലിൻ്റെയും n ആയിരിക്കുമോ 2n ആയിരിക്കുമോ? യെസ്, ഇവർ ഓരോരുത്തരും n ആയിരിക്കും, ഹാപ്ലോയിഡ് ആയിരിക്കും. വാട്ട് ഈസ് ദ റീസൺ?
because meiosis 1 has occurred and this meiosis 1 is reduction division. അല്ലേ, meiosis 1 ആണ് ഇവിടെ നടക്കുന്നത്. ഈ meiosis 1 എന്താണ്? റിഡക്ഷൻ ഡിവിഷൻ ആണ്. അതുകൊണ്ട് തന്നെ 2n ആയിട്ടുള്ള പേരൻറ് സെല്ലിൽ നിന്ന് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് 2 മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്നു. അവരുടെ പ്ലോയിഡി എന്ന് പറയുന്നത് n ആണ്, ഹാപ്ലോയിഡ് ആണ്. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. മിയോസിസ് 1 അല്ലേ കഴിഞ്ഞുള്ളൂ, ഇനി 2 നടക്കണം അല്ലേ. ഇനി ഇവിടെ വീണ്ടും ഈ ഓരോ സെൽസും വീണ്ടും ഡിവൈഡ് ചെയ്യും. ഓക്കെ, മിയോസിസ് 2 നടക്കും. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ അത് ഇങ്ങനെ കേട്ടോ. ഇത് പേരൻറ് സെൽ, മിയോസിസ് 1 കഴിഞ്ഞ് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നു. വീണ്ടും ഈ 2 ഡോട്ടർ സെൽസും ഡിവൈഡ് ചെയ്യുന്നു മിയോസിസ് 2ൽ. ഇതാണ് പ്രോസസ്സ്. ഇപ്പം മിയോസിസ് 2 കഴിയുമ്പോൾ ഹൗ മെനി ഡോട്ടർ സെൽസ്? 4 ഡോട്ടർ സെൽസ് ഓർ 4 മൈക്രോസ്പോർസ് വിൽ ബി ഫോംഡ്. ഈ 4 മൈക്രോസ്പോർസും n ആയിരിക്കും, ഹാപ്ലോയിഡ് ആയിരിക്കും. കാരണം ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് അല്ലേ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നേ. സെക്കൻഡ് മിയോസിസ് is similar to മൈറ്റോസിസ് only. അവിടെ റിഡക്ഷൻ ഒന്നുമില്ല, ഇക്വേഷണൽ ഡിവിഷൻ ആണ്. സോ ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ഡിവൈഡ് ചെയ്ത് വീണ്ടും ഹാപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോർസ് ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെ 4 മൈക്രോസ്പോർസ് ഒരുമിച്ച് ഫോം ചെയ്യും, വിച്ച് ഈസ് കോൾഡ് മൈക്രോസ്പോർ ടെട്രാഡ്. Microspore tetrad. So each member of this microspore tetrad will be haploid. Okay. അപ്പോൾ ഇവരെ 4 പേരും ഇങ്ങനെ ഒരുമിച്ചായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവരെ തമ്മിൽ ചേർത്ത് വയ്ക്കുന്ന സബ്സ്റ്റൻസ് ഉണ്ട്, കാലോസ്. നമ്മുടെ NCERT-യിൽ തന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. കാലോസ്. സോ കാലോസ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഹെൽപ്സ് ടു ജോയിൻ ദിസ് മൈക്രോസ്പോർ ടെട്രാഡ്. ഷുഗർ ഇവരെ ഒരുമിച്ച് വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് കാലോസ്. പക്ഷെ ഇവരെപ്പോഴും ഇങ്ങനെ ഒരുമിച്ചിരിക്കില്ല. ആന്തർ മെച്വർ ആവുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്യും. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കാലേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് കേട്ടോ. ഈ കാലോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കാലേസ് എന്ന് പറയുന്ന എൻസൈം, ദിസ് കാലേസ് എൻസൈം വിൽ ഹെൽപ്സ് ഇൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് കാലോസ് ആൻഡ് ആസ് എ റിസൾട്ട് ദിസ് മൈക്രോസ്പോർ ടെട്രാഡ് വിൽ ഡിസോസിയേറ്റ്. ഇവർ ഓരോന്നും ഓരോ സെൽസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. മൈക്രോസ്പോർ ടെട്രാഡിൽ ഓരോരുത്തരും ഡിസോസിയേറ്റ് ചെയ്യും. And each microspore will develop into pollen grain. Okay, each microspore will develop into a pollen grain. അതാണ് അവിടുത്തെ പ്രോസസ്സ്. സോ നമ്മൾ പറഞ്ഞ കാര്യമാണിത്, സ്പോറോജീനസ് സെൽ. അതാണ് ആദ്യം മൈക്രോസ്പോർ മദർ സെൽ ഓർ പോളൻ മദർ സെൽ അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ. അത് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ടു ഫോം മൈക്രോസ്പോർ ടെട്രാഡ്സ്. ദെൻ ആസ് ആന്തർ മെച്യൂർസ് ആൻഡ് ഡീഹൈഡ്രേറ്റ്, the microspores dissociate from each other. Microspores dissociate ചെയ്യും. എന്നിട്ട് ഓരോ മൈക്രോസ്പോറിനും ആര് ഫോം ചെയ്യും? പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യും. ഈച്ച് മൈക്രോസ്പോർ ഡെവലപ്സ് ഇൻ ടു പോളൻ ഗ്രെയിൻ. ഓക്കെ, ആൻഡ് ദിസ് പോളൻ ഗ്രെയിൻസ് ആർ റിലീസ്ഡ് ഡ്യൂറിങ് ഡെഹിസൻസ് ഓഫ് ആന്തർ. അത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആന്തറിൻ്റെ വാൾസ് ബ്രേക്ക് ചെയ്യുക അല്ലേ. 3 layers, that is epidermis, endothelium, middle layers. They helps in the dehiscence of anther. ആന്തറിൻ്റെ വോൾ ബ്രേക്ക് ചെയ്ത് അകത്തുള്ള ആന്തർ റിലീസ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ മൈക്രോസ്പോറോജെൻസിൻ്റെ സ്റ്റെപ്സ്. വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.